സൗദി അറേബ്യയിലെ പ്രമുഖ സ്ഥാപനമായ അൽബാബ് ടൈനിൽ ജോലി ചെയ്തിരുന്നവരുടെയും നിലവിലെ ജീവനക്കാരുടെയും കുടുംബസംഗമം ഓഗസ്റ്റ് 8-ന് പൊന്നാനിയിൽ നടക്കും. മുതിർന്ന പ്രവാസി ഇബ്രാഹിം പുറങ്ങ് ഉദ്ഘാടനം ചെയ്യും. പൊന്നാനി RV ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഗമം നടക്കുക. നമ്മൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന മലയാളികളായ ഒരുപാട് പേര് ഉള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ അൽബാബ് ടൈൻ കുടുംബ സംഗമം ഇപ്പം പൊന്നാനിയിൽ വെച്ച് നടക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന കമ്പനിയാണ് ഈ അൽബാബ് ടൈൻ. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് 40-50 വർഷമായിട്ട് ഈ കമ്പനിയിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് തിരിച്ചു വന്ന 10-30-25 ഒക്കെ വർഷമായിട്ട് തിരിച്ചു വന്ന ആളുകൾ നമ്മുടെ നാട്ടിലിപ്പോ ഞങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. കാരണം ശരിയായ രീതിയിൽ കുടുംബത്തിലായാലും മറ്റുള്ളവരായാലും വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടാതെ മറ്റുള്ള രീതിയിലൊക്കെ പ്രയാസപ്പെടുന്ന ഞങ്ങളെ കൂടെയുള്ള നിരവധി പേര് എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് 2 സംഗമങ്ങൾ നടത്തി. ആ സമയത്തൊക്കെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളെ ഭാഗത്തുള്ള ആളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനുപരിയായിട്ട് നമുക്കൊരു വ്യവസായ സംരംഭം തുടങ്ങുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗതകാല ഓർമ്മകൾ പങ്കിടാനും പുതിയ തലമുറയ്ക്ക് ആ ബന്ധത്തിന്റെ മൂല്യം കൈമാറാനുമായാണ് സംഗമം ഒരുക്കുന്നത്. വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ, ആദരിക്കൽ ചടങ്ങുകൾ, സൗഹൃദ സംഗമം എന്നിവ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ മൊയ്തീൻ കോയ കണിയാറയ്ക്കൽ അധ്യക്ഷനാകും. സെക്രട്ടറി AK ഹസൻ കോയ റിപ്പോർട്ടും CT ഗഫൂർ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. ബിസിനസ് മീറ്റ് നൈനാൻ ചാണ്ടി ഉദ്ഘാടനം ചെയ്യും. മെഹബൂബ് മലപ്പുറം, ഉമ്മർകുട്ടി തലശ്ശേരി, മുഹമ്മദ് പുല്ലാര, വിൻസെന്റ് തൃശൂർ, ബാപ്പുട്ടി പുറങ്ങ്, CT ഗഫൂർ എന്നിവർ സംസാരിക്കും. സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന കൂട്ടയോട്ടം RV ഓഡിറ്റോറിയത്തിന്റെ സമീപത്തു നിന്നും ആരംഭിച്ച് കർമ്മ റോഡിൽ സമാപിക്കും. രാജഗോപാലും CP മുഹമ്മദും സംയുക്തമായി കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യും. റാഫി റഫീഖ്, അശോകൻ എന്നിവർ നയിക്കുന്ന ഗാനമേളയും നടക്കും. ഹസൻ കോയ പാറോപ്പടി, മൊയ്തീൻ കോയ കണിയാറയ്ക്കൽ, ഫസലുർ റഹ്മാൻ പുറങ്ങ്, മുഹമ്മദ് പുല്ലാര, മെഹബൂബ് മലപ്പുറം, ഇബ്രാഹിം പുറങ്ങ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.